ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സിനിമ എക്സ്പ്ലെയിനർ. ഇന്ന് നമ്മൾ 2026 പുറത്തിറങ്ങിയ മനിതൻ ദേവമംഗലം എന്ന തമിഴ് സിനിമയെ കുറിച്ചിട്ടാണ് നോക്കാൻ പോകുന്നത്. സിനിമയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തിയാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്കരികിലേക്ക് ഉടനെ തന്നെ എത്തുന്നതായിരിക്കും. സോ നമുക്ക് ഒട്ടും സമയം കളയാതെ തന്നെ സിനിമയിലേക്ക് കടക്കാം. സിനിമയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ നമ്മുടെ ഹീറോയെയാണ് കാണിക്കുന്നത്. ഇയാളുടെ പേര് രാഘവൻ എന്നാണ്. ഇയാൾ കൊലപാതകം ചെയ്ത കുറ്റത്തിന് ഇപ്പോൾ ജയിലിലാണ്. ജയിലിലിരിക്കുന്ന ഇയാളെ കണ്ട് സംസാരിക്കാൻ ഒരു MLA വന്നിട്ടുണ്ട്. ഈ MLA എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ, രാഘവ, നീ വളരെ നല്ലവനാണെന്ന് എനിക്കറിയാം. എന്തിനാണ് ഈ കാര്യം ചെയ്തതെന്ന് എന്നോട് പറയേ, നിന്നെ ഞാൻ പുറത്തിറക്കാൻ ട്രൈ ചെയ്യാം എന്ന് പറയുന്നു. ഇപ്പോൾ ഇയാളോട് രാഘവൻ നടന്ന കാര്യങ്ങൾ പറയാൻ തുടങ്ങുന്നു. കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടന്ന കാര്യങ്ങളാണ് നമുക്ക് വിഷ്വലായി കാണിച്ചു തരുന്നത്. ചെറിയ കുട്ടികളൊക്കെ പുഴക്കരയിലിരുന്ന് 1, 2, 3 എന്ന് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. എന്താണെന്ന് നോക്കുമ്പോൾ നമ്മുടെ ഹീറോ രാഘവൻ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുകയാണ്. 100 എണ്ണത് വരെ മുങ്ങിക്കിടക്കുന്നു. ഇപ്പോഴാണ് എഴുന്നേറ്റ് കുട്ടികളോട് സംസാരിക്കുന്നത്. ഇയാൾക്ക് 35 വയസ്സ് കഴിഞ്ഞിട്ടും കല്യാണം കഴിഞ്ഞിട്ടില്ലല്ലോ. ഇയാളുടെ കൂടെ ചിറ്റപ്പൻ എന്ന് വിളിക്കുന്ന ഒരാളുണ്ട്. ഇയാൾ അദ്ദേഹത്തെ ചിറ്റപ്പൻ എന്നാണ് വിളിക്കുന്നത്. പക്ഷേ സ്വന്തം ചിറ്റപ്പനൊന്നുമല്ല, അറിയാവുന്ന ഒരു ചേട്ടനാണ്. ഇയാൾക്ക് ഒരു പെണ്ണിനെ കണ്ട് കല്യാണം കഴിപ്പിക്കണം എന്ന് അദ്ദേഹം ചിന്തിക്കുന്നു. അതിന് ഫോട്ടോ വേണമല്ലോ, ഒരു ഫോട്ടോ എടുത്താ എന്നൊക്കെ പറയുന്നു. ഇയാളുടെ വീടിനടുത്ത് ഒരു ചെറിയ കുട്ടിയുണ്ട്. ആ കുട്ടി ഞാനും ഫോട്ടോ എടുക്കുമ്പോൾ കൂടെ നിൽക്കാം എന്ന് പറയുന്നു. ശരി, പോകാമെന്ന് പറഞ്ഞ് ഇയാൾ കുട്ടികളെയൊക്കെ കൂട്ടി ഇറങ്ങാൻ തുടങ്ങുന്നു. ആ ചിറ്റപ്പൻ ഞാനും വരാം എന്ന് പറയുന്നു. ഇല്ലില്ല, നിങ്ങൾ പോയി പണി നോക്ക്, ഞാൻ വരാം എന്ന് പറഞ്ഞ് ഇയാൾ പോവാണ്. ഇയാൾ ഫോട്ടോ എടുക്കാൻ പോകുന്ന കാര്യം ആ മുത്തശ്ശി അറിയുന്നു. ഞാൻ ഇവിടെ ഉള്ളപ്പോൾ വേറൊരുത്തിയെ കണ്ട് കല്യാണം കഴിക്കാൻ പോവാണോ എന്ന് ആ മുത്തശ്ശി തമാശയായി ചോദിക്കുന്നു. നിങ്ങളുള്ളപ്പോൾ ഞാൻ എങ്ങനെ വേറൊരുത്തിയെ കല്യാണം കഴിക്കും? എന്നെന്നും നിങ്ങൾ തന്നെയാണ് എൻ്റെ ഫസ്റ്റ് വൈഫ്, വരാൻ പോകുന്നവൾ സെക്കൻഡ് വൈഫാണ് എന്നൊക്കെ ഇയാൾ തമാശയെ പറഞ്ഞിട്ട് പോകുന്നു. ഇപ്പോൾ ഒരു സ്റ്റുഡിയോയിൽ വന്ന് ഫോട്ടോ എടുത്ത് ഇയാൾ ബ്രോക്കർക്ക് ഫോട്ടോയൊക്കെ അയച്ചു കൊടുക്കുന്നു. ഇപ്പോൾ ഇയാൾ ജോലി നോക്കാൻ വരികയാണ്. നൊങ്ക് വെട്ടി കൊടുക്കില്ലേ, ആ ജോലിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ ചിറ്റപ്പനും അതേ ജോലി തന്നെയാണ് ചെയ്യുന്നത്. ഇവർ രണ്ടുപേരും സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യാണ്. അപ്പോഴാണ് സെൽവി എന്നൊരു കുട്ടി സ്വന്തം ചേച്ചിയുടെ കൂടെ ആ സ്ഥലത്തേക്ക് വരുന്നത്. ഇയാളെ കാണാൻ വേണ്ടിയിട്ടാണ് വന്നത്. എന്താണെന്ന് വെച്ചാൽ കല്യാണ പെണ്ണ് ഇവർ തന്നെയാണ്. ഇപ്പോൾ ഇവരും ഇയാളുടെ ആക്ടിവിറ്റിയൊക്കെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ എല്ലാവരോടും നല്ല രീതിയിലാണ് സംസാരിക്കുന്നത്. വളരെ സത്യസന്ധനാണെന്ന് സെൽവിക്ക് മനസ്സിലാവുന്നു. എന്താടി, നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് കൂടെ വന്നവർ ചോദിക്കുന്നുണ്ട്. അവരുടെ ചേട്ടൻ്റെ വൈഫാണ്, എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് അവളും പറയുന്നു. പക്ഷെ ചേട്ടന് ഈ ആലോചന അത്ര പിടിക്കുന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ, രാഘവൻ കുറച്ച് പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ള ആളാണ്. ഇവർ കുറച്ച് സാമ്പത്തികമുള്ള കുടുംബത്തിലുള്ളവരാണ്. ഇതൊക്കെ സെറ്റാവോ, നമുക്ക് വേറെ കുറച്ച് പയ്യന്മാരെ കൂടി നോക്കാം എന്ന് ചേട്ടൻ പറയുന്നു. ഇല്ല ചേട്ടാ, എനിക്ക് ഇവനെ ഇഷ്ടപ്പെട്ടു എന്ന് അവൾ പറയുന്നു. നിന്റെ ഇഷ്ടമാണ് എൻ്റെ ഇഷ്ടം, ഓക്കെ എന്ന് ചേട്ടനും സമ്മതിക്കുന്നു. രാഘവന്റെ നാട്ടിലേക്കുള്ള റോഡ് വളരെ മോശമായ അവസ്ഥയിലാണ്. ഒരു പ്രായമായ മനുഷ്യൻ മാത്രം എപ്പോഴും പരാതിയൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മനുഷ്യൻ ക്ഷീണിച്ചിരിക്കുമ്പോൾ ഇവര് കുറച്ച് പതനീർ കൊടുക്കാം എന്ന് കരുതുന്നു. പതനീർ എന്നത് ഒരു തരത്തിൽ മധുരമുള്ള പുളിപ്പില്ലാത്ത തെങ്ങിൻ കള്ളാണ്. എനിക്കിതൊന്നും വേണ്ട എന്ന് അദ്ദേഹം പറയുന്നു. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുന്നത് എന്ന് അവർ ചോദിക്കുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ കഷ്ടപ്പെടുന്നത്. നിങ്ങളും കുറച്ച് ഹെൽപ്പ് ചെയ്താൽ നമുക്ക് വേണ്ടത് കിട്ടും. നിങ്ങൾ ആരും ഹെൽപ്പ് ചെയ്യുന്നില്ലല്ലോ എന്ന് ആ മനുഷ്യൻ സങ്കടം പറയുന്നു. അപ്പോൾ ആ ബ്രോക്കർ ഉണ്ടല്ലോ, അവൻ വന്നിട്ട് പെൺകുട്ടിയുടെ വീട്ടുകാർക്ക് നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു എന്ന് രാഘവനോട് പറയുന്നു. ഫോട്ടോയൊക്കെ അവർ ശരിക്കും കണ്ടായിരുന്നോ എന്ന് ഹീറോ ചോദിക്കുന്നു. അതൊക്കെ അവർ നന്നായി കണ്ടു, നിന്നെ അവർക്ക് വളരെ ഇഷ്ടമായി എന്ന് ബ്രോക്കർ പറയുന്നു. അപ്പോൾ ആ ചെറിയ കുട്ടി, ഞങ്ങൾ കണ്ട് ഉറപ്പാക്കണ്ടേ, ഞങ്ങൾക്ക് പെണ്ണ് എങ്ങനെയുണ്ടെന്ന് കാണണം, ഞങ്ങൾ പെണ്ണിനെ കാണാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് വാശി പിടിക്കാൻ തുടങ്ങുന്നു. ശരി, പോയി കണ്ടോളൂ എന്ന് പറഞ്ഞ് പെണ്ണിന്റെ വീടൊക്കെ കാണിച്ചു കൊടുക്കുന്നു. ഈ ചെറിയ കുട്ടികളൊക്കെ ചേർന്ന് പോവാമെന്ന് പറഞ്ഞ് അവിടേക്ക് പോവാണ്. ചേട്ടന്റെ വൈഫ് കോലം വരച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരോട് പെണ്ണിനെ കാണണം എന്ന് പറയുന്നു. ഓഹോ, വലിയ മനുഷ്യരൊക്കെ വന്നോ, ശരി അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് അവർ കൂട്ടിക്കൊണ്ടു പോകുന്നു. ഇതാണ് പെണ്ണ് എന്ന് പറഞ്ഞ് സെൽവിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. ഈ കുട്ടികൾക്ക് അവളെ വളരെ ഇഷ്ടപ്പെടുന്നു. അതിലും രാഘവനുമായി വളരെ ക്ലോസ് ആയിട്ടുള്ള ആ ചെറിയ കുട്ടിയുണ്ടല്ലോ, അവൾക്ക് വളരെ ഇഷ്ടപ്പെടുന്നു. ഞങ്ങളുടെ മാമനെ കല്യാണം കഴിച്ചാൽ സൂപ്പറായി ജീവിക്കാം എന്നൊക്കെ ആ ചെറിയ കുട്ടി പറയുന്നു. ഇപ്പോൾ രണ്ടുപേരുടെ വീട്ടിലും സംസാരിച്ച് കല്യാണം നടത്താം എന്ന് തീരുമാനിക്കുന്നു. ഇവരുടെ കല്യാണ ഫംഗ്ഷൻ നടക്കുന്നത് ഒരു പാട്ട് പോലെയാണ് നമ്മളെ കാണിക്കുന്നത്. രണ്ടുപേർക്കും നല്ല രീതിയിൽ അവിടെ വെച്ച് കല്യാണമൊക്കെ കഴിയുന്നു. ഇനി ഒരു പോലീസ് സ്റ്റേഷനാണ് നമ്മളെ കാണിക്കുന്നത്. ഈ പോലീസ് സ്റ്റേഷനിൽ ഒരാൾ കംപ്ലൈന്റ് കൊടുക്കാൻ വന്നിട്ടുണ്ട്. കുറച്ച് ദിവസങ്ങളായി അയാളുടെ വൈഫിനെ കാണാനില്ല. അതുകൊണ്ടാണ് കംപ്ലൈന്റ് കൊടുക്കാൻ വന്നത്. ഇൻസ്പെക്ടർ അതൊന്നും വലിയ കാര്യമാക്കുന്നില്ല. താൻ കംപ്ലൈന്റ് വാങ്ങി വെക്ക് എന്ന് കോൺസ്റ്റബിളിനോട് പറയുന്നു. ഇയാളും വൈഫിനെ എന്നു മുതലാണ് കാണാതായത് എന്നൊക്കെ പറയുന്നു. അതെന്താടാ, നിങ്ങളുടെ ഗ്രാമത്തിൽ മാത്രം കുറെ ലേഡീസിനെ കാണാതായിക്കൊണ്ടിരിക്കുന്നത്, അതും ഭാര്യമാരെയാണ് കാണാതാവുന്നത് എന്ന് കംപ്ലൈന്റ് വാങ്ങുന്ന കോൺസ്റ്റബിൾ പറയുന്നു. ഇപ്പോൾ ലേഡീസൊക്കെ ഒരു ഫാക്ടറിയിലേക്ക് ജോലിക്ക് പോകാനായി റെഡിയാവുകയാണ്. കൊണ്ടുപോകാൻ ഒരു വണ്ടി വരും. ഇപ്പോൾ ആ വണ്ടിയിൽ യാത്ര ചെയ്ത് അവരും ജോലി ചെയ്യുന്ന സ്ഥലത്തെത്തുന്നു. മുതലാളി വരുന്ന സമയമായി, വേഗം പോയി പണി നോക്ക് എന്ന് അവിടെയുള്ള ആള് പറയുന്നുണ്ട്. ഇവരും അകത്തു വന്ന് സംസാരിച്ചുകൊണ്ട് ജോലി ചെയ്യുന്നു. ആ മുതലാളിയുടെ പേര് ഇൻബരാജ് എന്നാണ്. ഇയാള് ഒരു പൊളിറ്റീഷ്യൻ കൂടിയാണ്. അതുപോലെ പലിശയ്ക്ക് പണം കൊടുക്കുന്ന പരിപാടിയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു സ്ത്രീ അയാളോട് സംസാരിക്കാൻ വരുന്നു. വീട്ടിൽ കുറച്ച് പ്രശ്നമുണ്ട്, കുറച്ച് കാശ് തന്നാൽ ഉപകാരമായിരുന്നു എന്നവർ ചോദിക്കുന്നു. ഞാൻ കാശൊക്കെ കറക്റ്റായിട്ട് തരാം,
പക്ഷെ പലിശയോടെ തിരിച്ചു തരണം, ഇല്ലെങ്കിൽ അത്രേ ഉള്ളൂ എന്ന് വാണിംഗ് കൊടുത്തിട്ട് കാശ് കൊടുക്കുന്നു. മുതലാളി എന്തിനാ എന്നൊന്നും ചോദിക്കാതെ പെട്ടെന്ന് കാശ് തന്നല്ലോ, വളരെ നല്ലവനാണെന്ന് ആ സ്ത്രീ പറയുന്നു. ഇത് പിന്നിൽ നിൽക്കുന്ന ഒരു സ്ത്രീ കണ്ട് ഒരു പ്രത്യേകതരം റിയാക്ഷൻ കൊടുക്കുന്നുണ്ട്. അതായത് അവനെക്കുറിച്ച് നിനക്കറിയില്ല എന്ന രീതിയിലുള്ള ഒരു ഭാവം. നമ്മുടെ ഹീറോ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വരുമ്പോൾ ചേട്ടനും അദ്ദേഹത്തിന്റെ വൈഫും വന്നിട്ടുള്ളതായി അറിയുന്നു. അവര് തിരിച്ചു പോവാൻ നിൽക്കുകയാണ്. എന്താ എത്ര പെട്ടെന്ന് ഇറങ്ങിയത്? ഇന്നൊരു ദിവസം നിന്നിട്ട് പോകാറുന്നില്ലേ എന്ന് ഇയാൾ ചോദിക്കുന്നു. ഇല്ലില്ല, രാവിലെ കുറച്ച് പണികളുണ്ട്, ഞാൻ ഇറങ്ങുകയാണ് എന്ന് അവർ പറയുന്നു. ശരി, ഓക്കെ എന്ന് പറഞ്ഞ് ഇയാളും അവരെ യാത്രയാക്കുന്നു. എന്തിനാണ് വന്നതെന്ന് അന്വേഷിക്കുമ്പോഴാണ് സെൽവിയുടെ പിറന്നാളാണെന്ന് അറിയുന്നത്. എന്നോടൊരു വാക്കു പറയാറുന്നില്ലേ എന്ന് ഭർത്താവും ചോദിക്കുന്നു. പിറന്നാളാണെന്ന് അറിഞ്ഞ ഉടനെ വേഗത്തിൽ ഇയാൾ അവിടെ നിന്നും പോകുന്നു. ഭർത്താവ് എങ്ങോട്ടേക്കാണ് പോകുന്നതെന്ന് അവരും ആലോചിച്ചിരിക്കുകയാണ്. ഭർത്താവിനായി വെയിറ്റ് ചെയ്ത് ഒടുവിൽ ഇവർ ഉറങ്ങിപ്പോകുന്നു. ഭർത്താവ് കുട്ടികളുമായി ചേർന്ന് ആ സ്ഥലത്തേക്ക് വരുന്നു. അവരെ സർപ്രൈസ് ചെയ്യുന്ന രീതിയിൽ ചില കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. നീ ഇതിനു മുമ്പ് ഒരുപാട് സർപ്രൈസുകളൊക്കെ കണ്ടിട്ടുണ്ടാവും, എനിക്ക് ആ ലെവലിലൊന്നും സർപ്രൈസ് ചെയ്യാൻ കഴിയില്ല, ഇത് നിനക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുന്നു. അവൾ വളരെ ഇമോഷണൽ ആവുന്നുണ്ട്. ഇതുവരെ ഞാൻ ആഘോഷിച്ച പിറന്നാളുകളിൽ വെച്ച് ഏറ്റവും മികച്ചതാണ് ഇത് എന്നൊക്കെ അവൾ പറയുന്നു. രാഘവനും ഇത് കേട്ട് വളരെ സന്തോഷിക്കുന്നു. ഇപ്പൊ പിറ്റേ ദിവസം രാഘവൻ പതിവ് പോലെ ജോലിക്ക് പോകാൻ റെഡിയാവാണ്. അപ്പോൾ വൈഫ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ ഇനി എത്ര നാൾ ഈ പണി ചെയ്യും? വേറെ വല്ലതും ട്രൈ ചെയ്തൂടെ? നമുക്കൊരു ഹോട്ടൽ തുടങ്ങിയാൽ എന്താ? എന്റെ ചേട്ടൻ കൂടെ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. കാശിന് പ്രശ്നമുണ്ടെങ്കിൽ ചേട്ടന്റെ അടുത്ത് നിന്ന് കുറച്ച് വാങ്ങിക്കാം എന്നവർ പറയുന്നു. ഇയാൾക്കും ബിസിനസ് ചെയ്യാമെന്ന ഐഡിയ ഉണ്ടായിരുന്നു, പക്ഷെ എന്ത് ചെയ്യും എന്ന് മടിച്ചു നിൽക്കായിരുന്നു. അളിയ, പെങ്ങള് പറയുന്നത് ശരിയാണ്, ആ കാര്യം ചെയ്യാന്ന് പറഞ്ഞ് ചിറ്റപ്പനും അദ്ദേഹത്തിന്റെ വൈഫും ആ സ്ഥലത്തേക്ക് വരുന്നു. ഞങ്ങളും കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കടം വാങ്ങുകയും ചെയ്യാം, നമുക്ക് തുടങ്ങാം എന്ന് ചിറ്റപ്പൻ പറയുന്നു. ശരി, ഓക്കെ എന്ന് ഹീറോ സമ്മതിക്കുന്നു. ഈ കഥ കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു MLA കാണിച്ചില്ലേ, ആ MLAയുടെ പിറന്നാളാണെന്ന്. MLAയുടെ പിറന്നാൾ ആഘോഷിക്കുകയാണ്. ഈ MLAയുടെ അളിയനാണ് ഇൻബരാജ്. ഇയാൾ എല്ലാവർക്കും കേക്കൊക്കെ വാരി കൊടുക്കുന്നുണ്ട്. ഒരു പ്രായമുള്ള ആൾ പരാതിയൊക്കെ കൊടുക്കാറില്ലേ, ആ മനുഷ്യൻ MLA കാണാനായി പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. എന്നാൽ പുറത്തു നിൽക്കുന്ന വാച്ച്മാൻ ഇയാളെ സംസാരിച്ച് പറഞ്ഞയക്കാം എന്ന് കരുതുന്നു. പക്ഷെ അതിനു മുമ്പ് MLA അത് ശ്രദ്ധിക്കുന്നു. ആ മനുഷ്യനെ അകത്തേക്ക് കയറ്റിവിട് എന്ന് പറഞ്ഞ MLA സംസാരിക്കാൻ തുടങ്ങുന്നു. എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങളുടെ ഏരിയയിൽ റോഡ് ശരിയല്ല, ലൈറ്റ് പോലും ഇല്ല, ആർക്കെങ്കിലും എന്തെങ്കിലും അപകടം വന്നാൽ എന്ത് ചെയ്യും? ചെറിയ കുട്ടികളൊക്കെ പോകുന്ന വഴിയാണ്, നിങ്ങൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്ന് അദ്ദേഹം പറയുന്നു. വിഷമിക്കേണ്ട, ഞാൻ അതിനായി ഫണ്ട് മാറ്റിവെക്കാം, നിങ്ങൾ ഉദ്ദേശിച്ച കാര്യം വേഗം നടക്കും എന്ന് MLA പറയുന്നു. നന്ദി എന്ന് പറഞ്ഞ ആ മനുഷ്യൻ അവിടെ നിന്ന് പോകുന്നു. നമ്മുടെ ഹീറോയ്ക്ക് പരിചയമുള്ള ഒരു പയ്യൻ മൊബൈൽ ഷോപ്പ് നടത്തുന്നുണ്ട്. സെൽവിയുടെ കയ്യിൽ ഇപ്പോൾ ഫോണൊന്നുമില്ല, പുതിയൊരു ഫോൺ വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി ഈ കടയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു നല്ല ഫോൺ വൈഫിന് വാങ്ങിക്കൊടുക്കുന്നു. അടുത്തതായി ഇവരെല്ലാവരും കൂടി ഒരു സ്ഥലം കാണാനായി വരുന്നുണ്ട്. ഒരു ധാബ കാണാനാണ് വന്നിരിക്കുന്നത്. ഇതിനു മുമ്പ് അത് നടത്തിയിരുന്ന ആൾ നല്ല രീതിയിലാണ് പോയിരുന്നത്, എനിക്ക് നടത്താൻ പക്ഷെ പറ്റുന്നില്ല എന്നൊക്കെ പറയുന്നു. പക്ഷെ നമ്മുടെ ഹീറോയ്ക്ക് ചെറിയൊരു മടിയുണ്ട്. കാരണം അടുത്തൊന്നും വലിയ വീടുകളൊന്നുമില്ല. പോകുന്ന വണ്ടികളെ മാത്രം വിശ്വസിച്ച് ഇത്ര വലിയ ഹോട്ടൽ തുടങ്ങാമോ എന്നയാൾ ചിന്തിക്കുകയാണ്. പക്ഷെ എല്ലാവരും നന്നായി പോവാളിയാ, നമുക്ക് തുടങ്ങാം എന്ന് പറയുന്നു. ഇപ്പോൾ അഡ്വാൻസ് എത്ര, വാടക എത്ര എന്നൊക്കെ ചോദിച്ചറിയുന്നു. ശരി, ഓക്കെ, തുടങ്ങാമെന്ന് തീരുമാനമെടുക്കുന്നു. ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ അതനുസരിച്ചുള്ള പാത്രങ്ങളൊക്കെ വാങ്ങണമല്ലോ, അതിനൊക്കെ ഒരുപാട് ചെലവാകുന്നുണ്ട്. വേണമെങ്കിൽ കടം വാങ്ങാം എന്ന് ചിറ്റപ്പന്റെ വൈഫ് പറഞ്ഞില്ലേ. അവർ ആരുടെ അടുത്തു നിന്നാണ് കടം വാങ്ങുന്നതെന്ന് വെച്ചാൽ ഈ ഇൻബരാജിന്റെ അടുത്തു നിന്നാണ്. കൃത്യമായി തിരിച്ചു തരണം എന്ന് പറഞ്ഞ അയാളും കാശ് കൊടുക്കുന്നു. അതുകൊണ്ട് ഹോട്ടലിലേക്ക് വേണ്ടതെല്ലാം വാങ്ങുന്നു. നല്ല രീതിയിൽ ഹോട്ടൽ തുടങ്ങുകയും ചെയ്യുന്നു. പക്ഷെ ഹോട്ടലിലേക്ക് കസ്റ്റമേഴ്സ് വരുന്നില്ലല്ലോ, എല്ലാം നന്നായി നടക്കുമോ എന്ന് രാഘവൻ പേടിക്കാൻ തുടങ്ങുന്നു. രാഘവ, അതിനു മുമ്പേ പേടിക്കേണ്ട, കസ്റ്റമർ ഉറപ്പായും വരും എന്ന് ആ ചിറ്റപ്പൻ പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞപ്പോഴേക്കും ഒരു വണ്ടി വരുന്നു. അവർ ഭക്ഷണം കഴിക്കുന്നു. അടുത്തടുത്തായി വണ്ടികൾ വരാൻ തുടങ്ങുന്നു. ഒരുപാട് കസ്റ്റമേഴ്സ് വന്നതിന് ശേഷമാണ് രാഘവന് കുറച്ച് സമാധാനമാവുന്നത്. കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെയൊന്നും ആയില്ല, എല്ലാം നല്ല രീതിയിൽ തന്നെയാണ് നടക്കുന്നത് എന്ന് ഇയാൾ കരുതുന്നു. രാഘവൻ എപ്പോഴും സാധാരണ ഷർട്ട് മാത്രമാണ് ഇടാറുള്ളത്. ഇതുപോലുള്ള ഷർട്ട് ഇനി ഇടരുത്, അത്യാവശ്യം നല്ല ഷർട്ട് ഇട്ടിട്ട് പോകും. നിങ്ങൾക്കായി 2-3 ഷർട്ട് വാങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് പുതിയ ഷർട്ടൊക്കെ ഇട്ട് കൊടുക്കുന്നു. അത് കാണുന്ന ഇയാളും വളരെ സന്തോഷിക്കുന്നുണ്ട്. ഇപ്പോൾ ഹോട്ടലിലേക്കും ഒരുപാട് കസ്റ്റമേഴ്സ് വരുന്നുണ്ട്. വ്ലോഗ് എടുക്കുന്നവരൊക്കെ വരുന്നുണ്ട്. ഈ ഹോട്ടലിലെ ഫുഡ് സൂപ്പറാണ് എന്ന കാര്യം എല്ലാവരിലേക്കും എത്തുന്നു. ഒരുപാട് പേരിപ്പോൾ വരുന്നുണ്ട്. ഓണർ ഒന്നും ചോദിക്കാതെ കാശ് തന്നു എന്നൊരു സ്ത്രീ പറഞ്ഞില്ലേ, ആ സ്ത്രീ പെട്ടെന്ന് ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുന്നു. ആ സ്ത്രീയുടെ ഭർത്താവ് എപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കും, അതുകൊണ്ടായിരിക്കും ഇവർ മരിച്ചത് എന്നൊക്കെ അവിടെ വന്നിരിക്കുന്ന എല്ലാവരും സംസാരിക്കുകയാണ്. എന്നാൽ എന്തിനാണ് മരിച്ചത്? മനസ്സ് തുറന്ന് മറ്റുള്ളവരോട് സംസാരിക്കായിരുന്നില്ലേ എന്ന് എല്ലാവർക്കും തോന്നുകയാണ്. നമ്മളോട് വിഷമം പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യുമായിരുന്നില്ലേ, ഇങ്ങനെ പോയി ചെയ്തല്ലോ, അവർക്ക് 2 പെൺകുട്ടികളുണ്ട് എന്ന് രാഘവൻ വിഷമിക്കുന്നു. ഇവരുടെ നാട്ടിലെ റോഡൊന്നും ശരിയല്ലല്ലോ, കുട്ടികൾ അതിലൂടെ യാത്ര ചെയ്താണ് സ്കൂളിൽ പോവേണ്ടത്. ഇടയ്ക്കിടെ സൈക്കിളൊക്കെ ഡാമേജ് ആവും, ചെയിനൊക്കെ ഊരിപ്പോകുന്നുണ്ട്. ആ ചെറിയ കുട്ടിയുടെ ചെയിൻ ഊരിപ്പോയി, ഞാൻ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞ് രാഘവൻ അത് ശരിയാക്കി കൊടുക്കുന്നു. ഈ ചെറിയ കുട്ടിയോട് കടങ്കഥ പോലെ ഒന്ന് ചോദിക്കുന്നു. അതിനുള്ള ഉത്തരം ആ കുട്ടിക്ക് അറിയില്ലായിരുന്നു. ഞാൻ വേഗം കണ്ടുപിടിച്ച് പറയാമെന്ന് പറഞ്ഞ് ആ ചെറിയ കുട്ടി അവിടെ നിന്നും പോകുന്നു. സ്കൂളിലേക്ക് ഈ ഏരിയയിലെ കുട്ടികളൊക്കെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് വരുന്നത്. എപ്പോഴും നിങ്ങൾ മാത്രമാണ് ലേറ്റ് ആയി വരുന്നത് എന്ന് പറഞ്ഞ് സാറ് ദേഷ്യപ്പെടുന്നു.
റോഡ് ശരിയല്ല എന്ന് കുട്ടികൾ പറയുന്നു. അത് സാറ് സമ്മതിക്കുന്നില്ല. കഥ പറയാതെ ആദ്യം മുട്ടുകുത്തി നിൽക്ക് എന്ന് പറഞ്ഞ് എല്ലാവരെയും മുട്ടുകുത്തി നിർത്തുന്നു. നമ്മുടെ ഹീറോയുടെ ഹോട്ടലിൽ ഒരുപാട് ഫാമിലിയൊക്കെ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. അപ്പോഴാണ് ഈ ഇൻബരാജ് 2 സ്ത്രീകളുമായി ആ സ്ഥലത്തേക്ക് വരുന്നത്. അതായത് വേശ്യകളായ സ്ത്രീകളെയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. ഇത് കാണുന്ന ഹീറോ, ഫാമിലിയൊക്കെ ഇരിക്കുന്ന സ്ഥലമാണ്, ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഇവിടെ നിന്ന് പോ എന്ന് പറയുന്നു. എന്നോട് പോകാൻ പറയുന്നു? ഇത് എൻ്റെ ഏരിയയാടാ, എൻ്റെ ഏരിയയിൽ കടയിട്ട് എന്നോട് പോകാൻ പറയുന്നു എന്ന് അവൻ ദേഷ്യപ്പെടുന്നു. ഒടുവിൽ നിന്നെ ഞാൻ കാണിച്ചു തരാം എന്ന രീതിയിൽ വാർണിംഗ് കൊടുത്തിട്ട് പോകുന്നു. നമ്മുടെ ഹീറോയുമായി ക്ലോസ് ആയ ഒരു ചെറിയ കുട്ടിയുണ്ടല്ലോ, ആ കുട്ടി ഈ വീട്ടിൽ തന്നെ ഉറങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഹീറോ വീട്ടിലേക്ക് വരുന്നു. നടന്ന കാര്യങ്ങളൊന്നും പെങ്ങളോട് പറയരുത്, അവൾ പേടിക്കും എന്നൊക്കെ ആച്ചിട്ടപ്പം പറയുന്നു. പറയില്ല എന്ന് സമ്മതിച്ച് ഇയാൾ വീടിനകത്തേക്ക് വരുന്നു. ഓഹോ, അവൾ ഇവിടെ തന്നെ ഉറങ്ങിയോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ അവളെ കൊണ്ടുപോകാനായി വരുന്നു. ഇയാൾ വൈഫിന് ഫുഡ് വാരി കൊടുക്കുന്നുണ്ട്. അവർ തിരിച്ച് ഇയാൾക്കും ഭക്ഷണം വാരി കൊടുക്കുന്നു. ആ ചെറിയ കുട്ടിയോട് ഒരു കടങ്കഥ ചോദിച്ചില്ലേ, ആ ചെറിയ കുട്ടി എനിക്ക് ഉത്തരം മനസ്സിലായി എന്ന് പറയുന്നു. സൂപ്പർ എന്ന് ഇയാളും പറയുന്നുണ്ട്. അല്ലല്ല, നിങ്ങളുടെ വൈഫാണ് എനിക്ക് ഉത്തരം പറഞ്ഞു തന്നത് എന്ന് അവൾ പറയുന്നു. ഓഹോ, നീയാണോ പറഞ്ഞു കൊടുത്തത് എന്നവൻ ചോദിക്കുന്നു. ശരി, ഞാൻ വേറൊരു കടങ്കഥ ചോദിക്കാം. ആരും നിന്നെ ഹെൽപ്പ് ചെയ്യാൻ പാടില്ല, നീ തന്നെ കണ്ടുപിടിച്ച് പറയണം. ഇതാണ് കടങ്കഥ എന്ന് പറഞ്ഞ കടങ്കഥ ചോദിക്കുന്നു. ഈ കുട്ടിയും ശരി എന്ന് പറഞ്ഞ സ്കൂളിൽ പോയി ഇതിനെക്കുറിച്ച് തന്നെ ആലോചിച്ചിരിക്കുകയാണ്. അപ്പോൾ ടീച്ചറും എന്താണ് ആലോചിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. ഈ കുട്ടി കടങ്കഥയെക്കുറിച്ച് ടീച്ചറോട് പറയുന്നു. ഈ ടീച്ചർക്കും ഉത്തരം അറിയില്ലായിരുന്നു. അവർ മറ്റു ടീച്ചർമാരോട് ചോദിക്കുന്നു. മൊത്തത്തിൽ എല്ലാവരും പരസ്പരം ചോദിക്കുന്നുണ്ട്. ആർക്കും ഉത്തരം കിട്ടുന്നില്ല. ഇപ്പൊ സ്കൂളൊക്കെ കഴിഞ്ഞ് എല്ലാവരും വരുമ്പോൾ ഈ ചെറിയ കുട്ടിക്ക് ഉത്തരം കിട്ടിയതുപോലെ കാണിക്കുന്നു. ഞാൻ പോയി രാഘവൻ മാമനെ കണ്ടിട്ട് വരാം, നിങ്ങളൊക്കെ പൊക്കോ എന്ന് മറ്റു കുട്ടികളോട് പറയുന്നു. ശരി എന്ന് പറഞ്ഞ മറ്റു കുട്ടികൾ പോവുകയാണ്. ഈ കുട്ടിയുണ്ടല്ലോ രാഘവനെ കാണാനായി ഹോട്ടലിലേക്ക് വരുന്നു. ഇത്ര ദൂരം ഒറ്റയ്ക്കാണോ വന്നത്? ഇങ്ങനെയൊക്കെ വരുമ്പോൾ ഒറ്റയ്ക്ക് വരരുത് എന്ന് ഇയാൾ പറയുന്നു. ശരി ശരി, ഇനിമേൽ വരില്ല, ഞാൻ ഉത്തരം കണ്ടുപിടിച്ചു എന്ന് പറഞ്ഞ് ഉത്തരം പറയുന്നു. സൂപ്പർ എന്ന് പറഞ്ഞ് ഇയാളും അഭിനന്ദിക്കുന്നുണ്ട്. ഇപ്പോൾ ആ കുട്ടി പോകാൻ തുടങ്ങുമ്പോൾ നിക്ക് എന്ന് പറഞ്ഞ് ഇയാൾ ഫുഡ് എടുത്തു കൊടുക്കുന്നു. വീട്ടിൽ പോയി കഴിക്കേ എന്ന് പറഞ്ഞ് പറഞ്ഞയക്കുന്നു. ഇപ്പോൾ രാത്രി സമയം ആ കുട്ടിയുടെ അമ്മ എൻ്റെ മോള് വന്നോ എന്ന് ചോദിക്കുകയാണ്. ഇവിടെ വന്നില്ലല്ലോ, എൻ്റെ ഭർത്താവിനെ കാണാൻ പോകുന്നതായി കുട്ടികൾ പറഞ്ഞല്ലോ എന്ന് സെൽവി പറയുന്നു. അപ്പോൾ കോൾ ചെയ്ത് ഭർത്താവിനോട് ചോദിക്കുമ്പോൾ അവൾ എപ്പോഴേ പോയി എന്ന് ഭർത്താവ് പറയുന്നു. എന്തോ പറ്റിയിട്ടുണ്ട് എന്ന് കരുതി അന്വേഷിക്കാനായി ആ വഴിയിലൂടെ വരികയാണ്. ആ വഴിയിൽ റോഡ് ശരിയല്ല എന്ന് പറഞ്ഞില്ലേ, അവിടെ തട്ടി ആ കുട്ടി അടുത്തുള്ള മലമ്പ്രദേശത്ത് പോയി വീണിട്ടുണ്ട്. അതായത് ഒരു ചെരിഞ്ഞ ഭാഗം ഉണ്ടല്ലോ, അവിടെ വീണതാണ്. ആ ചെറിയ കുട്ടിക്ക് നന്നായി പരിക്കേറ്റിട്ടുണ്ട്. ഉടനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അവർ വേഗം അവളെ ഹോസ്പിറ്റലിൽ എത്തിക്കുന്നു. നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ ഇതൊക്കെ ശ്രദ്ധിക്കാമായിരുന്നു. പക്ഷേ ഇവർ ലേറ്റ് ആയതുകൊണ്ട് ആ കുട്ടിയെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല എന്ന് ഡോക്ടർമാർ കൈമലർത്തുന്നു. ആ കുട്ടിയുടെ അമ്മയ്ക്ക് ഈ കാര്യം അംഗീകരിക്കാനേ കഴിയുന്നില്ല. വളരെ സങ്കടപ്പെട്ട് കരയാണ്. ഹീറോയ്ക്കും ഈ കുട്ടി വളരെ ക്ലോസ് ആണല്ലോ. ഈ കുട്ടിയുടെ കൂടെ കളിച്ചതിനെ കുറിച്ചൊക്കെ ആലോചിക്കുകയാണ്. ആ കുട്ടിക്ക് ചെയ്യേണ്ട എല്ലാ കാര്യങ്ങളും കൂടെ നിന്ന് ഇയാൾ ചെയ്തു തീർക്കുന്നു. യഥാർത്ഥത്തിൽ നമ്മുടെ ഹീറോയ്ക്ക് കുടിക്കുന്ന ശീലമൊന്നുമില്ല. പക്ഷെ സങ്കടം സഹിക്കാൻ കഴിയാതെ ഇയാളും കുടിക്കുന്നു. ഞാൻ പരാതിയൊക്കെ കൊടുത്തതാണ്, ഒന്നും നടന്നില്ല. എൻ്റെ കൂടെ സപ്പോർട്ടായി നിങ്ങളും വന്നിരുന്നെങ്കിൽ എന്തെങ്കിലും മാറ്റം നടന്നേനെ എന്ന് ആ മനുഷ്യൻ അവിടെ വെച്ച് സങ്കടപ്പെടുന്നു. ഇദ്ദേഹത്തിൻ്റെ കൂടെ നമ്മളും നിൽക്കാമായിരുന്നു എന്ന് ഇയാളും ചിന്തിക്കുകയാണ്. ചിന്തിച്ചുകൊണ്ട് ഹീറോ കുടിച്ച് ബോധമില്ലാതെ വീട്ടിലേക്ക് വരുന്നു. വൈഫും ഇത് ശ്രദ്ധിക്കുന്നുണ്ട്. ശരി, വിഷമത്തിലാണല്ലോ, കൂടുതലൊന്നും ചോദിക്കേണ്ട എന്ന് കരുതി വിടുകയാണ്. ഇപ്പോൾ രാവിലെ സമയം ഇയാളും ജോലിക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോൾ വൈഫ് ഇനിമേൽ കുടിക്കരുത് എന്ന് പറയുന്നു. കുടിച്ചത് തെറ്റാണ്, ഇനിമേൽ ഞാൻ തീർച്ചയായിട്ടും കുടിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങുകയാണ്. ഇയാൾ ജോലിക്ക് ഇറങ്ങുവാണെന്ന് കരുതിയാൽ ചിറ്റപ്പനെ മാത്രമേ ജോലിക്ക് പറഞ്ഞയക്കുന്നുള്ളൂ. ഇയാൾ ആ മനുഷ്യനെ MLA അടുത്ത് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്നു. അദ്ദേഹത്തെയും കൂട്ടി MLA കാണാൻ ഇറങ്ങുകയാണ്. ഇപ്പോൾ രണ്ടുപേരും ഒരുമിച്ച് MLAയുടെ വീട്ടിലെത്തുന്നു. MLAയും എന്താ പണിയൊക്കെ കഴിഞ്ഞോ, ഇപ്പോഴെല്ലാം ഓക്കെ അല്ലേ എന്ന് ചോദിക്കുന്നു. എവിടെ പണി കഴിഞ്ഞു, ഒരു പണി നടന്നില്ല, ഇപ്പോൾ ഒരു ചെറിയ കുട്ടി മരിക്കുകയും ചെയ്തു എന്ന് ആ മനുഷ്യൻ നടന്ന കാര്യങ്ങൾ പറയുന്നു. ഇത് കേൾക്കുന്ന MLA ഞെട്ടിപ്പോവാണ്. ഇൻബരാജ് ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. ഇൻബരാജ് അളിയനാണെന്ന് പറഞ്ഞില്ലേ, ആ അളിയനെ വിളിക്കുകയാണ്. എന്താ പണിയൊന്നും നടന്നില്ല എന്ന് പറയുന്നത് എന്ന് ചോദിക്കുന്നു. അവിടെ മൊത്തം 400 വോട്ട് മാത്രമേ ഉള്ളൂ, അതിനുവേണ്ടി എന്തിനാ ചെയ്യേണ്ടത് എന്ന് കരുതിയിട്ടാണ് ചെയ്യാതിരുന്നത് എന്നവൻ പറയുന്നു. അതെങ്ങനെ ചെയ്യാതിരിക്കും, ഞാൻ അവർക്ക് വാക്ക് കൊടുത്തതാണ്, ഇപ്പോൾ ഒരു ജീവൻ പോവുകയും ചെയ്തു, മര്യാദയ്ക്ക് അവർക്ക് ഈ പണി ചെയ്ത് തീർക്കണം എന്ന് പറഞ്ഞ് ഒച്ചയിടുന്നു. യഥാർത്ഥത്തിൽ ഹീറോയാണ് തന്നെ കുടുക്കിയത് എന്നാണ് ഇൻബരാജ് കരുതുന്നത്. നേരത്തെ ഹീറോയും ഇവനും തമ്മിൽ പ്രശ്നം നടന്നില്ലേ, ഇൻബരാജ് ഹീറോയെ തുറച്ചു നോക്കുന്നു. രാത്രി സ്ത്രീകളുടെ കൂടെയുള്ളപ്പോൾ ഹീറോ ചെയ്ത കാര്യങ്ങൾ ഇവന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവനെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആൾക്കാരോട് പറയുന്നു. പിറ്റേ ദിവസം രാവിലെ അവൻ ഹീറോയുടെ ഹോട്ടലിൽ വരുന്നു. ഇരുന്ന് മദ്യപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഹീറോ പറയുന്നുണ്ട്, നിങ്ങൾ മദ്യപിച്ചോളൂ, പക്ഷെ ദയവ് ചെയ്ത് ഞങ്ങളുടെ ഗ്രാമത്തിന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തു താ. അതൊന്നും ചെയ്യാൻ പറ്റില്ല, നീ എന്താടാ ചെയ്യുക എന്ന് പറഞ്ഞ് അവൻ പരിഹസിക്കുന്നു. ആ സ്കീമിനുള്ള എല്ലാ അപ്രൂവലും വന്നിട്ടുണ്ട്, പക്ഷെ ആ അപ്രൂവൽ ഞാൻ എന്ത് ചെയ്യുന്നു നോക്ക് എന്ന് പറഞ്ഞ് അവരുടെ കൺമുന്നിലിട്ട് കത്തിക്കുന്നു. അയ്യോ, ഇങ്ങനെ ചെയ്യരുത്, ദയവ് ചെയ്ത് ആ കാര്യം ചെയ്തതാ എന്ന് അവർ എത്രയോ കെഞ്ചി പറയുന്നു.
എന്നാൽ അവൻ ആ ചിറ്റപ്പനെയും രാഘവനെയും വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. രാഘവനോട് കടുത്ത ദേഷ്യത്തിലാണല്ലോ, ഇനിമേൽ എന്നോട് കളിച്ചാൽ ഇത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആ കടയാക്കി അടച്ചു പൂട്ടിക്കുന്നു. നടന്ന കാര്യങ്ങൾ ഓർത്ത് രാഘവൻ വലിയ ദേഷ്യത്തിലാണ്. അവന്മാരെ എന്തെങ്കിലും ചെയ്യണം എന്ന് ആലോചിക്കുന്നു. പക്ഷെ സെൽവി വേണ്ടാത്ത പ്രശ്നങ്ങളൊന്നും വേണ്ട, നമുക്ക് ഒഴിഞ്ഞു മാറാം എന്ന് പറയുന്നു. കുറച്ചായി ഇയാളെ സാധാരണ നിലയിലേക്ക് മാറ്റുന്നു. എന്നാലും ഇയാൾക്ക് അവനോട് ദേഷ്യമുണ്ട്. എന്തെങ്കിലും ചെയ്യണം എന്ന ആൾക്കാരോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് വൈഫ് പ്രഗ്നന്റ് ആണെന്ന കാര്യം അറിയുന്നത്. ഇയാൾ അത് കേട്ട ഉടനെ വളരെ സന്തോഷിക്കുന്നുണ്ട്. ഇയാളും ഇപ്പോൾ ശാന്തനാവുന്നുണ്ട്. നമുക്ക് കുട്ടി ജനിക്കുന്നതാണ് പ്രധാനം, ഇനി മുതൽ നമുക്ക് സമാധാനപരമായ ജീവിതം നയിക്കാം എന്നൊക്കെ ചിന്തിക്കുന്നു. വൈഫിനോടൊപ്പം ഒരുപാട് സമയം ചെലവഴിക്കുന്നു. സെൽവി വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചിറ്റപ്പന്റെ വൈഫ് കുറച്ച് അപ്സെറ്റായി നടന്നു പോകുന്നു. ഇത് കാണുന്ന അവരും എന്താണ് സംഭവം എന്ന് ചോദിച്ചറിയാണ്. അതൊന്നുമില്ല എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുന്നു. എന്തോ പറ്റിയിട്ടുണ്ട്, എന്താണ് സംഭവിച്ചത്, എന്നോട് പറ എന്നവർ വീണ്ടും ചോദിക്കുന്നു. അതൊന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, ഒന്നുമില്ല എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് അവരകത്തേക്ക് പോകുന്നു. ഇവർക്ക് എന്ത് പറ്റി എന്ന് സെൽവിയും ചിന്തിക്കുന്നുണ്ട്. രാത്രി ഭർത്താവിനോടും അവർ പതുക്കെ ഒരു കാര്യം അവതരിപ്പിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, നിങ്ങളുടെ കയ്യിൽ കാശുണ്ടോ, എനിക്കൊരു 50,000 രൂപ വേണം എന്ന് പറയുന്നു. ഇയാൾ തിരിച്ചൊന്നും ചോദിക്കുന്നില്ല. 50,000 തന്നെയല്ലേ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയുന്നു. ഹോട്ടലിൽ കണക്ഷൻ കുറച്ച് കിട്ടിയിരുന്നില്ലേ, അതൊക്കെ ഇയാൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ 50,000 വൈഫിന് കൊടുക്കുന്നു. എന്തിനാണ് ഏതിനാണെന്നൊന്നും ചോദിക്കുന്നില്ലേ എന്ന് അവർ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എന്തിനാ ചോദിക്കുന്നത്, നീ എന്തെങ്കിലും പ്രധാനപ്പെട്ട കാര്യത്തിനായിരിക്കും ചോദിച്ചത്, ഉപയോഗിച്ചോളൂ എന്ന് പറയുന്നു. അല്ല, എന്തിനാണെന്ന് ചോദിക്കേ എന്ന് അവർ പറയുന്നു. ഇല്ല, നിന്നോട് ഞാൻ ചോദിക്കില്ല എന്ന് അവനും പറയുന്നു. ഈ ഇൻബരാജിനെ കാണാനായി ആ സ്റ്റേഷൻ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഒരുപാട് മിസ്സിംഗ് കംപ്ലൈന്റുകൾ വന്നില്ലേ, അതിനൊക്കെ കാരണം ഈ ഇൻബരാജ് തന്നെയാണ്. മറ്റുള്ളവരുടെ ഭാര്യമാരോട് അതിര് കടന്ന് പെരുമാറുകയും അവരെ കൊല്ലുകയും ചെയ്യും അവൻ. അതെല്ലാം മറച്ചു വെക്കാൻ ഈ ഇൻസ്പെക്ടറാണ് സഹായിക്കുന്നത്. നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ മറച്ചു വെക്കാൻ എനിക്ക് ഒരുപാട് കഷ്ടപ്പെടേണ്ടി വരുന്നുണ്ട്, കുറച്ചുകൂടി കാശുതാ എന്ന് പറഞ്ഞ് കൂടുതൽ കാശ് വാങ്ങിയിട്ട് അയാൾ അവിടെ നിന്നും പോകുന്നു. ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഹീറോയുടെ നാട്ടിൽ നിന്നും ഒരാൾ വിളിക്കുന്നു. ചിറ്റപ്പനെയാണ് വിളിക്കുന്നത്. ഉടനെ ഇറങ്ങി വരാൻ പറയുന്നു. എന്താണ് കാര്യം, എന്താ കരയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഇറങ്ങി വാ എന്ന് പറയുന്നു. എന്തോ പ്രധാനപ്പെട്ട കാര്യമാണെന്ന് തോന്നുന്നു, നിങ്ങൾ പൊക്കോ, വേണമെങ്കിൽ എൻ്റെ ബൈക്ക് എടുത്തോണ്ട് പൊക്കോ എന്ന് രാഘവൻ പറയുന്നു. ചിറ്റപ്പൻ പോകുന്നുണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോൾ രാഘവനും ഫോൺ കോൾ വരുന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് ആരോ സംസാരിക്കുന്നത്. ഇറങ്ങി വാ എന്നൊക്കെ പറയുന്നുണ്ട്. ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. എന്താ ആദ്യം ചിറ്റപ്പനെ വിളിച്ചു, ഇപ്പൊ നമ്മളെ വിളിക്കുന്നു എന്ന് ആലോചിച്ചുകൊണ്ട് വരികയാണ്. ചിറ്റപ്പന്റെ വൈഫ് എന്തോ ചെയ്തു എന്നാണ് കരുതിയത്. എന്നാൽ ചിറ്റപ്പന്റെ വൈഫ് അവിടെ തരിച്ചു നിൽക്കുകയാണ്. മരിച്ചു പോയത് ആരാണെന്ന് വെച്ചാൽ നമ്മുടെ ഹീറോയുടെ വൈഫ് സെൽവിയാണ് മരിച്ചിരിക്കുന്നത്. വീട്ടിൽ ആത്മഹത്യ ചെയ്ത് മരിച്ചിരിക്കുകയാണ്. ഈ കാര്യം ഇയാൾക്ക് അംഗീകരിക്കാനേ കഴിയുന്നില്ല. ഇയാളും അവരുടെ അവസ്ഥ കണ്ട് വളരെ സങ്കടപ്പെടുന്നു. ഇതെങ്ങനെ സംഭവിച്ചു, എന്തിനാണ് ഇങ്ങനെ ചെയ്തത് എന്നൊക്കെ പറഞ്ഞ് അവിടെ കിടന്ന് കരയാണ്. ഞാൻ നന്നായി നോക്കിയതല്ലേ, ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വളരെ സങ്കടപ്പെട്ട് അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ചെയ്യേണ്ട അന്ത്യകർമ്മങ്ങളൊക്കെ അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചിറ്റപ്പ, ഞാൻ നന്നായി നോക്കിയതല്ലേ, ഞാൻ വല്ല തെറ്റും ചെയ്തോ, എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നെങ്കിൽ എന്നോട് പറയാറുന്നില്ലേ, എന്തിനാണ് പറയാതെ ഇങ്ങനെ ചെയ്തത് എന്ന് വിഷമത്തോടെ ചോദിക്കുന്നു. ഇത് കേൾക്കുന്ന ചിറ്റപ്പന്റെ വൈഫും സങ്കടപ്പെടുന്നുണ്ട്. ഒടുവിൽ പറഞ്ഞേ തീരുമെന്ന് കരുതി ചിറ്റപ്പന്റെ വൈഫ് പറയുന്നു, തെറ്റൊക്കെ എന്റെയാണ്, ഞാനാണ് അറിയാത്ത തെറ്റ് ചെയ്തത്, എന്നോട് ക്ഷമിക്ക് എന്നൊക്കെ ചോദിക്കുന്നു. ചിറ്റപ്പനും ഒന്നും മനസ്സിലാവുന്നില്ല. രാഘവനും മനസ്സിലാവുന്നില്ല. നീ എന്തു അടി ചെയ്തത് എന്ന് ചോദിച്ച് വൈഫിനെ വളരെ ക്രൂരമായി മർദ്ദിക്കുന്നു. ഇത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ഒരു പയ്യൻ വേഗത്തിൽ ഓടി വരുന്നു. അതായത് മൊബൈൽ കടയിൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നില്ലേ, ആ പയ്യനാണ് ഓടി വരുന്നത്. യഥാർത്ഥത്തിൽ റിപ്പയറിങ്ങിനായി ഒരു ഫോൺ വന്നിരുന്നു. ആ ഫോൺ ഓപ്പൺ ചെയ്തപ്പോഴാണ് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലായത് എന്നവൻ പറയുന്നു. റിപ്പയറിങ്ങിനായി ഫോൺ തന്നത് ആരാണെന്ന് വെച്ചാൽ ഇൻബരാജാണ്. ആ ഫോൺ അവൻ ഓപ്പൺ ചെയ്യാൻ ശ്രമിച്ചപ്പോൾ തന്നെ ഒരു വീഡിയോ പ്ലേ ആയി. ആരുടെ വീഡിയോ ആണെന്ന് വെച്ചാൽ ഇൻബരാജ് സെൽവിയോട് അതിര് കടന്ന് പെരുമാറുന്ന ഒരു വീഡിയോ ആണ് പ്ലേ ആയത്. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി എന്നവൻ പറയുന്നു. അതുമാത്രമല്ല, ഒരുപാട് സ്ത്രീകളോട് അവൻ അതിര് കടന്ന് പെരുമാറിയിട്ടുണ്ട് എന്നൊക്കെ ആ ചെറിയ പയ്യൻ പറയുന്നു. ഇത് കേൾക്കുന്ന നാട്ടുകാരെല്ലാവരും വളരെ ഞെട്ടുകയാണ്. ഇപ്പോഴാണ് ചിറ്റപ്പന്റെ വൈഫും നടന്ന കാര്യങ്ങൾ പറയുന്നത്. ചിറ്റപ്പന്റെ വൈഫിനെ സംബന്ധിച്ച് അവനിൽ നിന്നും കാശ് വാങ്ങിയിരുന്നല്ലോ, എന്നാൽ കൃത്യസമയത്ത് പലിശ കൊടുക്കാൻ കഴിഞ്ഞില്ല. അതിന് അവൻ വളരെ മോശമായി സംസാരിച്ചു. ശരി, നീ പലിശ പോലും തരണ്ട, എന്റെ കൂടെ ഒരു ദിവസം നീ അഡ്ജസ്റ്റ് ചെയ്താൽ മതി, ഇതിനു മുമ്പ് ഒരുപാട് പേര് എന്റെ കൂടെ സഹകരിച്ചിട്ടുണ്ട്, നീയും സഹകരിക്ക് എന്ന് വളരെ മോശമായി സംസാരിച്ചു. ഒരു ഘട്ടത്തിൽ മോശമായി സ്പർശിക്കാൻ അവൻ ശ്രമിച്ചു. ഇവരും അവനെ പിടിച്ചു തള്ളി മാറ്റാണ്. നാളെ നിന്റെ കാശ് കിട്ടും, ഇനിമേൽ ഇങ്ങനെ ചെയ്താൽ അപ്പൊ കാണാം എന്ന് പറഞ്ഞ് അവർ പോകുന്നു. സെൽവി ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞില്ലേ, എന്നിട്ടും സെൽവി എന്താണ് നടന്നത് എന്ന് എന്നോട് പറയൂ എന്ന് ചോദിച്ചിരുന്നു. അവർ നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞിരുന്നു. ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് സെൽവിയും സമ്മതിക്കുന്നു. ഭർത്താവിനോട് 50,000 രൂപ വേണമെന്ന് ചോദിച്ചില്ലേ, ആ കടം മൊത്തമായി തീർക്കാൻ വേണ്ടിയിട്ടാണ് 50,000 രൂപ ഭർത്താവിനോട് ചോദിച്ചത്. പിറ്റേ ദിവസം ഇൻബരാജിനെ കാണാൻ രണ്ടുപേരും ഒരുമിച്ച് വരുന്നു. ഇതാ നീ തന്ന കാശ് എന്ന് പറഞ്ഞ് അവന്റെ മുഖത്തേക്ക് കാശ് വലിച്ചെറിയുന്നു. ഇനിമേൽ ഇവിടെയുള്ള സ്ത്രീകളോട് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്ന് കരുതിയാൽ തീർച്ചയായിട്ടും കംപ്ലൈന്റ് കൊടുക്കും, ആക്ഷൻ എടുക്കും എന്നൊക്കെ സെൽവി പറയുന്നു. ഇതിൽ അവൻ വളരെ പ്രകോപിതനാവുന്നു. ഇങ്ങോട്ടേക്ക് വാടാ എന്ന് പറഞ്ഞ് അവൻ ആളുകളെ വരുത്തുന്നു. സെൽവിയെ പിടിച്ച് അവിടെയുള്ള റൂമിനകത്തേക്ക് വലിച്ചഴിച്ച് കൊണ്ടുപോവാണ്. തടയാമെന്ന് ആ ചിറ്റപ്പന്റെ വൈഫ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചിറ്റപ്പന്റെ വൈഫിനെ അടിച്ച് പുറത്താക്കുന്നുണ്ട്.
ഇപ്പോൾ അകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുവന്ന അവൻ ഒരു സ്ഥലത്ത് ക്യാമറ സെറ്റ് ചെയ്യുന്നു. ക്യാമറ വെച്ചുകൊണ്ട് ഇവരോട് അതിര് കടന്ന് പെരുമാറുന്നു. ഇപ്പോൾ സെൽവിയും നടന്ന കാര്യങ്ങളോർത്ത് വളരെ സങ്കടപ്പെടുന്നു. അവൻ എടുത്ത വീഡിയോ അവരെ കാണിക്കുന്നു. ഇടയ്ക്കിടെ ഈ വീഡിയോ ഞാൻ കാണും. നിന്നെ കണ്ടാൽ പോലീസിൽ പോകുന്ന പെണ്ണിനെ പോലെയാണ് തോന്നുന്നത്. പോലീസിൽ പോകണം എന്ന് വിചാരിച്ചാൽ ഈ വീഡിയോ എല്ലാവർക്കും എത്തും. അതിനുശേഷം നിനക്കാണ് പ്രശ്നം എന്ന് വാർണിംഗ് കൊടുത്ത് അവിടെ നിന്നും പറഞ്ഞയക്കുന്നു. ഇവർ ദേഷ്യത്തിൽ തള്ളി മാറ്റുമ്പോൾ അവന്റെ ഫോൺ താഴെ വീണ് ഡിസ്പ്ലേ പൊട്ടി പോകുന്നു. അതുകൊണ്ടാണ് ആ കടയിൽ റെഡിയാക്കാൻ കൊടുത്തത്. എല്ലാം ഞാൻ കാരണമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിറ്റപ്പന്റെ വൈഫ് സങ്കടപ്പെടുന്നു. ഇതിൽ നിങ്ങളുടെ തെറ്റൊന്നുമില്ല, ഇതൊന്നും ഓർത്ത് ഞാൻ വിഷമിക്കില്ല. ഇവനെ പോലെ ഒരു വൃത്തികെട്ടവൻ തൊട്ടതോർത്ത് ഞാൻ ഫീൽ ചെയ്യോ? ഇതൊക്കെ ഞാൻ മറന്നേക്കും, നിങ്ങളും ഈ കാര്യം മറന്നേക്ക്, ആരോടും പറയരുത് എന്നൊക്കെ അവർ പറയുന്നു. ഒരിക്കലും എൻ്റെ ഭർത്താവ് ഇത് അറിയരുത്, സത്യം ചെയ്യ് എന്ന് പറഞ്ഞ് സത്യം ചെയ്യിപ്പിക്കുന്നു. ഇവർ ധൈര്യത്തോടെ നിന്നുകൊണ്ടാണ് ചിറ്റപ്പന്റെ വൈഫ് തിരിച്ചു പോയത്. പക്ഷേ ഇവർ ധൈര്യത്തോടെ സംസാരിച്ചതെല്ലാം കൺട്രോൾ ചെയ്ത് സംസാരിച്ചതാണ്. യഥാർത്ഥത്തിൽ തകർന്നുപോയി. ഭർത്താവിന്റെ കൂടെ സന്തോഷമായ ഒരു ജീവിതം നയിക്കാം എന്ന് കരുതിയിരിക്കുകയായിരുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഇങ്ങനെ ഒരു കാര്യം നടന്നല്ലോ. അവർക്ക് അത് അംഗീകരിക്കാനേ കഴിഞ്ഞില്ല. ഭർത്താവിന്റെ ഫോട്ടോ നോക്കി സങ്കടപ്പെട്ട് സംസാരിക്കുന്നു. അതിനുശേഷമാണ് ആ തെറ്റായ തീരുമാനം എടുത്തത്. ചിറ്റപ്പനും എന്താണിതൊന്നും നേരത്തെ പറയാതിരുന്നത് എന്ന് ചോദിക്കുന്നു. അവള് പുറത്ത് പറയരുതെന്ന് പറഞ്ഞതാണ് എന്റെ മൈൻഡിൽ ഓടിക്കൊണ്ടിരുന്നത്, അതുകൊണ്ടാണ് മടിച്ചത് എന്ന് അവർ പറയുന്നു. ആ പയ്യൻ ഒരുപാട് വീഡിയോകൾ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞില്ലേ? നേരത്തെ ഒരു സ്ത്രീ മരിച്ചില്ലേ? അവരെയും ഇൻബരാജ് തന്നെയാണ് ടോർച്ചർ ചെയ്തത്. അതുകൊണ്ടാണ് അവർ മരിച്ചത്. അവരെ മാത്രമല്ല ഒരുപാട് പേരെ ഈ രീതിയിൽ ടോർച്ചർ ചെയ്തിട്ടുണ്ടെന്ന് മനസ്സിലാവുന്നു. യഥാർത്ഥത്തിൽ ഹീറോ നേരത്തെ ഇവനെ അടിക്കാമെന്ന് കരുതിയതാണ്. നാട്ടുകാരാണ് അത് തടഞ്ഞത്. പക്ഷെ ഇതൊക്കെ കേട്ട ഹീറോയുടെ രക്തം തിളയ്ക്കുന്നു. അവനെ വെറുതെ വിടാൻ പാടില്ല, അവൻ എവിടെ ഉണ്ടാവും എന്ന ആളുകളോട് ചോദിച്ച് ആ സ്ഥലത്തേക്ക് പോകുന്നു. ഇപ്പോഴും ഒരു സ്ത്രീയെ അവൻ ടോർച്ചർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സ്ഥലത്തേക്ക് വന്ന ഹീറോ അവന്റെ ആളുകളെ വളരെ ക്രൂരമായി അടിക്കുന്നു. അവന്മാരെല്ലാവരും പേടിച്ചോടുന്നുണ്ട്. ഇപ്പോൾ അവനെ പൊതിരെ തല്ലുകയാണ്. അവനെ കൊന്നേ തീരൂ എന്നൊരു പകയോടെ തന്നെയാണ് അവൻ വന്നിരിക്കുന്നത്. ഒരു വാക്കത്തി വെച്ച് അവന്റെ തല വെട്ടിയെടുക്കുന്നു. ഇപ്പോൾ അവിടെ നിന്ന് വേഗത്തിൽ പോവാണ്. വൈഫ് മരിച്ചതിന് ശേഷം ബോഡിയൊക്കെ ചെക്ക് ചെയ്ത ഡോക്ടർ നോർമൽ ആണെന്നാണ് പറഞ്ഞത്. യഥാർത്ഥത്തിൽ അവരോട് അതിര് കടന്ന് പെരുമാറിയത് റിപ്പോർട്ടിൽ വരണമായിരുന്നല്ലോ. അപ്പോൾ റിപ്പോർട്ട് മറച്ചു വയ്ക്കുന്നുണ്ടെങ്കിൽ ഇയാളും തെറ്റുകാരനാണെന്ന് ഹീറോയ്ക്ക് മനസ്സിലാവുന്നു. ആ ഡോക്ടറെ കാണാനായി വരികയാണ്. ഈ നേരത്തെ എന്തിനാണ് വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആ ഡോക്ടറുടെ തലയും വെട്ടുന്നു. മൊത്തത്തിൽ 2 പേരുടെ തല വെട്ടിയില്ലേ? ഇനി സ്റ്റേഷനിൽ പോയി സറണ്ടർ ആവാമെന്ന് കരുതി സ്റ്റേഷനിൽ വരികയാണ്. എന്താ ഇവൻ ചോരക്കറിയോടെ വന്നിരിക്കുന്നത് എന്നെല്ലാവരും വ്യത്യസ്തമായി നോക്കുകയാണ്. ഇയാൾ ആ ചാക്ക് അവിടെ വെക്കുന്നു. എന്താണുള്ളത് എന്ന് നോക്കുന്നു. ആ സമയം ഇൻസ്പെക്ടർ, ആരാടാ നീ എന്താടാ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ചെക്ക് ചെയ്യുന്നയാൾ, സാർ 2 തലയുണ്ട് സാർ എന്ന് പറയുന്നു. 2 തലയല്ല, മൊത്തം 3 തല എന്ന് പറഞ്ഞ് ഹീറോ ആ ഇൻസ്പെക്ടറുടെ തലയും വെട്ടുന്നു. കാരണം ഈ ഇൻസ്പെക്ടറും ഇൻബരാജിന്റെ ആളാണല്ലോ. അങ്ങനെ ഇതിൽ ഉൾപ്പെട്ട 3 പേരെയും വളരെ ക്രൂരമായി കൊലപ്പെടുത്തി. ഇതിനുള്ള ശിക്ഷയാണ് ഇപ്പോൾ ജയിലിൽ ഇയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മനസ്സിലാവുന്നു. ഇതൊക്കെ കേൾക്കുന്ന MLAക്കും വളരെ സങ്കടമാവുന്നു. ആ ഇൻബരാജ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ അവനെ കൊന്നേനെ. ഇപ്പോഴും കുഴപ്പമൊന്നുമില്ല, വേറെ എങ്ങനെയെങ്കിലും നിന്നെ പുറത്തിറക്കാൻ ഞാൻ ട്രൈ ചെയ്യാം, നീ പുറത്തു വാ, സമാധാനമായ ഒരു ലൈഫ് ജീവിക്കേ എന്ന് പറയുന്നു. അതിന് ഇയാൾ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കാൻ ഇനി ഒരു ലൈഫും ഇല്ല, ഞാൻ ഇനി മുതൽ ഇതിനകത്ത് തന്നെ കഴിഞ്ഞോളാം, ഞാൻ പോവുകയാണ് എന്ന് പറഞ്ഞ് അവിടെ നിന്നും പോകുന്നു. വൈഫിനുള്ള ചില കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇയാളെ പുറത്തിറക്കുന്നത്. അങ്ങനെ പുറത്തു വന്ന് കർമ്മങ്ങൾ ചെയ്യുമ്പോൾ വൈഫിന്റെ കൂടെ സംസാരിച്ച ചില കാര്യങ്ങളൊക്കെ ഓർത്തു നോക്കുന്നു. വളരെ സങ്കടപ്പെടാണ്. ഇപ്പോൾ ആ കർമ്മങ്ങളൊക്കെ കഴിഞ്ഞ് തിരിച്ച് ഇയാൾ വാനിൽ കയറി പോവാണ്. ഇയാളെ കണ്ട് ചിറ്റപ്പനും ചിറ്റപ്പന്റെ വൈഫും സങ്കടപ്പെടുന്നു. ഇവരുടെ നാട്ടിലേക്ക് ചില സൗകര്യങ്ങൾ വരാതിരുന്നില്ലേ? ആ MLA ആ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. കാരണം ഹീറോ അവസാനമായി ചോദിച്ചത് അതാണ്. ഇതോടെ ഈ സിനിമയുടെ കഥ തീരുന്നു. സോ എങ്ങനെയുണ്ടായിരുന്നു സിനിമയെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. കൂടാതെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് കൂടി തരാൻ മറക്കല്ലേ. സോ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.